ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 5 ദിവസങ്ങളായി ദൈവത്തിൻ്റെ വിവിധ ഗുണാതിശയങ്ങൾ നാം ചിന്തിക്കുകയായിരുന്നല്ലോ. നീതിയുള്ള രാജാവായും, ദൈവം എൻ്റെ രാജാവായും, ദൈവം എൻ്റെ സങ്കേതമായും, ദൈവം മഹാരാജാവായും, ദൈവം സമാധാനത്തിൻ്റെ ദൈവമായും നാം ചിന്തിച്ചു. ഇന്നത്തെ ചിന്തയ്ക്കായി ഈ ദൈവം നമ്മുടെ ദൈവം എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം. സങ്കീർത്തനം 48:14. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്നവൻ, അതിനുപരി നിത്യതയോളം നമ്മെ നടത്തുന്നവൻ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ നമുക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കുകയാണ്. നാം എത്രയോ ഉന്നതരാണ്, ഭാഗ്യവാന്മാരാണ്. യഹോവയിൽ ആശ്രയിച്ച് അവനിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം സ്വർഗീയ യെരൂശലേമിൻ്റെ സിയോൻ, സ്വർഗീയ കനാൻ പൗരന്മാരാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നാം, നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവ് രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിയർ 3:6. ദൈവം നമ്മുടെ രാജാവാണ്. അവൻ നമ്മുടെ രക്ഷകനാണ്, പരിപാലകനാണ്. അവൻ നമ്മുടെ നായകനാണ്. അവൻ ആരംഭിച്ചത് അവൻ നിവർത്തിക്കും. ഇന്ന് മാത്രമല്ല, എന്നുമെന്നും. അവൻ നമ്മുടെ ദൈവമാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. നാം പരദേശികളാണ്. നാം ഇവിടെ പരദേശികളാണ്, അന്യരാണ്. നമുക്ക് ലഭിച്ചതല്ലാതെ ഒന്നുമില്ല. ലഭിച്ചതെല്ലാം ഉയർത്തി നിന്നാണ്. നമ്മെ ഇവിടെ അവൻ്റെ കാര്യവിചാരകന്മാരായി ജീവിക്കാൻ ആക്കി വച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം ചിന്തിച്ചിൻ്റെ ആനിച്ചും അവനായി ജീവിക്കാം. അവൻ്റെ കാവൽ എപ്പോഴും നമ്മോടുകൂടെയുണ്ട്. പരദേശികളായി നാം സിയോനെ നോക്കി മുന്നോട്ട് പോകുന്നു. സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ മുന്നേറുന്നു. ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അടുത്ത തലമുറയെ അറിയിക്കാം. അവരെ ക്രിസ്തുവിൽ വളർത്തിയെടുക്കാം. നമ്മുടെ അനുഗ്രഹം ചെറുതായി കാണരുത്. അവനെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ജീവിക്കാം. ദൈവം കൃപയുള്ള ദൈവമാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നാം. എഫേസ്യർ 2:8-10. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നമ്മെ രക്ഷിച്ചത് സൽപ്രവൃത്തി ചെയ്യുവാനാണ് എന്ന ചിന്ത എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നാം നമ്മുടെ രക്ഷകനായ വീണ്ടെടുപ്പുകാരനെ ധ്യാനിക്കാം. നമ്മുടെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത് പൊന്ന്, വെള്ളി മുതലായ അഞ്ഞൂന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. 1 പത്രോസ് 1:18. വിലയേറിയ വിശ്വാസത്തിൻ്റെ ഉടമകളായ ഓരോ ദിവസവും വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി നമ്മുടെ ഓട്ടസ്ഥിതിയോടെ ഓടാം. എങ്ങനെ? സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും ഇട്ടോടണം. ആരെങ്കിലും ഈ സത്യം അറിയുന്നില്ല എങ്കിൽ അവർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം. യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരായിട്ട് ദൈവനാമോത്വത്തിനായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ. ഈ വലിയൊരു സത്യം ഗ്രഹിക്കാത്തവർ ഗ്രഹിച്ച് ജീവിപ്പാൻ നോക്കണം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.